ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള PSC 2023 നടത്തിയിട്ടുള്ള JPHN എക്സാമിൻ്റെ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളിത് പാർട്ട് 4 ആണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തന്നെ കേട്ടോ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ഈ വീഡിയോയിലും 20 ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Question number 61. Instruments used to measure the length of a newborn is called. ന്യൂബോണിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻഫൻറ്റോമീറ്റർ, ഓപ്ഷൻ ബി സ്റ്റെഡിയോമീറ്റർ, ഓപ്ഷൻ സെയിങ് സ്കെയിൽ, ഓപ്ഷൻ ഡി സ്കെയിൽ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ഇൻഫൻറ്റോമീറ്റർ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 62. ദ ഡിഫക്റ്റ് വിച്ച് പ്രൊട്യൂഡ്സ് മെനിഞ്ചസ് ആൻഡ് സ്പൈനൽ കോഡ് ത്രൂ ദി ഹോൾ ഇൻ ദ ബാക്ക് ഈസ് കോൾഡ്. ഓപ്ഷൻ എ മെനിഞ്ചോസീൽ, ഓപ്ഷൻ ബി മൈലോ മെനിഞ്ചോസീൽ, ഓപ്ഷൻ സി സ്പൈന ബൈഫിഡ, ഓപ്ഷൻ ഡി ഒക്കൾട്ട. ഈ ചോദ്യം ഇതാണ്: ബാക്ക് സൈഡിലുണ്ടാകുന്ന ഒരു ഹോൾ വഴി മെനിഞ്ചസും സ്പൈനൽ കോഡും പുറത്തേക്ക് പ്രൊട്രൂട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഡിഫക്റ്റിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി മൈലോ മെനിഞ്ചേസിലാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 63. സർജറി ടു കറക്റ്റ് അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ഈസ് കോൾഡ്. അൺഡിസെൻഡഡ് ടെസ്റ്റിസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സർജറിയുടെ പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഓർക്കിയോപെക്സി, ഓപ്ഷൻ ബി ഹെർണിയോട്ടമി, ഓപ്ഷൻ സി ഓർക്കിയോഡക്ടമി, ഓപ്ഷൻ ഡി ക്രിപ്റ്റോക്രിഡിസം. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ഓർക്കിയോപെക്സിയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 64. ഡാഷ് ഈസ് എ ബർത്ത് ഡിഫക്റ്റ് ഇൻ വിച്ച് ദ ഓപ്പണിംഗ് ഓഫ് ദി യുറീത്ര ഈസ് ഓൺ ദി അണ്ടർ സൈഡ് ഓഫ് ദി പെനിസ്. പെനിസിൻ്റെ അണ്ടർ സൈഡിലായിട്ട് യുറീത്രൽ ഓപ്പണിംഗ് വരുന്ന ബർത്ത് ഡിഫക്റ്റ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹൈപ്പോസ്പാഡിയസിസ്, ഓപ്ഷൻ ബി എപ്പിസ്പാഡിയസിസ്, ഓപ്ഷൻ സി കോർഡിയ, ഓപ്ഷൻ ഡി പിനൈൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹൈപ്പോസ്പാഡിയസിസ്. ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 65. ദ ഹോർമോൺ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇജക്ഷൻ ഓഫ് മിൽക്ക് ഈസ് കോൾഡ്. മിൽക്ക് ഇജക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഓക്സിറ്റോസിൻ, ഓപ്ഷൻ ബി പിറ്റോസിൻ, ഓപ്ഷൻ സി പ്രൊലാക്റ്റിൻ, ഓപ്ഷൻ ഡി FSH. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിനാണ് മിൽക്ക് ഇജക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ. ഇവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഓക്സിറ്റോസിൻ മിൽക്ക് ഇജക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ്. ബേബി സക്ക് ചെയ്യുകയാണ്, ബ്രസ്റ്റ് നിപ്പിൾ സക്ക് ചെയ്യുന്ന സമയത്തേക്ക് നെർവ് സെൽസ് ഇൻ യുവർ നിപ്പിൾ സിഗ്നൽ ബ്രെയിൻ ടു റിലീസ് ഓക്സിറ്റോസിൻ. ബ്രെയിനിലേക്ക് സിഗ്നൽസ് പോയിട്ട് ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്ന കാരണം എന്ത് ചെയ്യും, ബ്രസ്റ്റിലെ മസിൽസ് കൺട്രാക്ട് ചെയ്യും. കൺട്രാക്ട് ചെയ്യുമ്പോഴേക്കും എന്തുണ്ടാവും, ബ്രസ്റ്റ് മിൽക്ക് ഇജക്റ്റ് ആവും. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 66. BFHI വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ ഇൻ ഇന്ത്യ. ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് എന്നാണ് BFHIയുടെ ഫുൾ ഫോം. ഇന്ത്യയിൽ BFHI ലോഞ്ച് ചെയ്ത വർഷം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1991, ഓപ്ഷൻ ബി 1992, ഓപ്ഷൻ സി 1993, ഓപ്ഷൻ ഡി 1994. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി 1992 BFHI ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത വർഷം. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 67. ദ ഹോർമോൺ സെക്രീറ്റഡ് ഫ്രം ദ ഡെവലപ്പിംഗ് ഓവറിയൻ ഫോളിക്കിൾ ഈസ് കോൾഡ്. ഡെവലപ്പിംഗ് ഓവറിയൻ ഫോളിക്കിളിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ്ട്രജൻ, ഓപ്ഷൻ ബി പ്രൊജസ്റ്ററോൺ, ഓപ്ഷൻ സി ടെസ്റ്റോസ്റ്റിറോൺ, ഓപ്ഷൻ ഡി കോർപ്പസ് ലൂട്ടിയം. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ഈസ്ട്രജൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 68. ദ റപ്ചർ ഓഫ് മെച്ചർ ഫോളിക്കിൾ ആൻഡ് റിലീസ് ദ സെക്കൻഡറി ഊസേറ്റ് ഓൺ 14 in 28 day cycle ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഓവുലേഷൻ, ഓപ്ഷൻ ബി മെൻസ്ട്രൽ സൈക്കിൾ, ഓപ്ഷൻ സി പ്രീ ഓവുലേറ്ററി സൈക്കിൾ, ഓപ്ഷൻ ഡി പോസ്റ്റ് ഓവുലേറ്ററി സൈക്കിൾ. ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ഓവുലേഷൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 69. ആൻ എൻലാർജ്മെൻറ്റ് ഓഫ് മാമറി ടിഷ്യൂ ഇൻ ദ മെയിൽ ഈസ് ടേംഡ്. പുരുഷന്മാരിൽ കാണുന്ന മാമറി ടിഷ്യൂ എൻലാർജ്മെൻറ്റിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹിർസുറ്റിസം,
ഓപ്ഷൻ ബി ഗൈനക്കോമസ്റ്റിയ, ഓപ്ഷൻ സി സിസ്റ്റ്, ഓപ്ഷൻ ഡി ബ്രസ്റ്റ് ബഡ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി ഗൈനക്കോമസ്റ്റിയ. പുരുഷന്മാരിൽ കാണുന്ന മാമറി ഗ്ലാൻഡ് എൻലാർജ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഗൈനക്കോമസ്റ്റിയ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 70. ദ പ്രോസസ് ഓഫ് ഫങ്ഷണൽ ഫിസിയോളജിക്കൽ മെച്ചുറേഷൻ ഈസ് കോൾഡ്. ഫങ്ഷണൽ ആൻഡ് ഫിസിയോളജിക്കൽ മെച്ചുറേഷനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗ്രോത്ത്, ഓപ്ഷൻ ബി ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ സി എൻലാർജ്മെൻറ്റ്, ഓപ്ഷൻ ഡി ഹൈപ്പർട്രോഫി. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി ഡെവലപ്മെൻറ്റ്. ഫിസിയോളജിക്കൽ ആൻഡ് ഫങ്ഷണൽ മെച്ചുറേഷനെ പറയുന്ന പേരാണ് ഡെവലപ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 71. ദ പീരിയഡ് ഫ്രം ഡാഷ് ടു ഡാഷ് ഈസ് കോൾഡ് എംബ്രിയോ. എംബ്രിയോ സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് പീരിയഡിലാണ് ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 0 to 14 days, ഓപ്ഷൻ ബി 14 days to 10 weeks, ഓപ്ഷൻ സി 8 days to 6 weeks, ഓപ്ഷൻ ഡി 14 days to 8 weeks. കറക്റ്റ് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി 14 days to 8 weeks. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 72. ഹൈറ്റ് ഡബിൾസ് അറ്റ് ഡാഷ്. ഹൈറ്റ് ബർത്ത് ഹൈറ്റ് ഡബിൾ ചെയ്യുന്നത് എപ്പോഴെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി 4. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 73. ദ പീരിയഡ് ഫ്രം 0 to 28 days ഓഫ് ലൈഫ് ഈസ് കോൾഡ്. കുട്ടി ജനിച്ച് 0 മുതൽ 28 ദിവസം വരെയുള്ള പീരിയഡിനെ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നിയോനേറ്റൽ പീരിയഡ്, ഓപ്ഷൻ ബി ഇൻഫൻസി, ഓപ്ഷൻ സി പ്രീമച്ചർ ന്യൂബോൺ, ഓപ്ഷൻ ഡി ഫീറ്റൽ പീരിയഡ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ നിയോനേറ്റൽ പീരിയഡ്. ഇതിൽ ഓരോ പ്രായത്തിലും കുട്ടികളെ വിളിക്കുന്ന പേരെന്താണ്. ഇപ്പോൾ ഇൻഫൻ്റ് ആണെങ്കിൽ ബർത്ത് മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇൻഫൻ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 0 to 28 days വരുന്ന കുട്ടികളെ നിയോനേറ്റൽ പീരിയഡ് എന്ന് പറയുന്നു. 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെ ടോഡ്ലർ എന്നും 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രീ സ്കൂളർ എന്നും 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ ഏജ് എന്നും 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ അഡോളസെൻ്റ് എന്നും പറയുന്നു. അതിൻ്റെ സൈഡിലുള്ള കോളത്തിൽ ഓരോ പ്രായത്തിലും കുട്ടികളുടെ ബ്രത്ത് എത്രയുണ്ടെന്നാണ് പറയുന്നത്. 1 മിനിറ്റിൽ എത്ര ബ്രത്ത് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 74. ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവം യൂഷ്വലി ടേക്ക് പ്ലേസ് ഇൻ. ഓവത്തിൻ്റെ ഫെർട്ടിലൈസേഷൻ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വജൈന, ഓപ്ഷൻ ബി ഓവറി, ഓപ്ഷൻ സി യൂട്രസ്, ഓപ്ഷൻ ഡി ഫലോപ്പിയൻ ട്യൂബ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ഫലോപ്പിയൻ ട്യൂബ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 75. ദ ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ് ബ്രസ്റ്റ് ടു പ്രിപ്പയർ ഫോർ ലാക്ടേഷൻ. ബ്രസ്റ്റിനേൽ ലാക്ടേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ്ട്രജൻ, ഓപ്ഷൻ ബി പ്രൊലാക്റ്റിൻ, ഓപ്ഷൻ സി ഓക്സിറ്റോസിൻ, ഓപ്ഷൻ ഡി വാസോപ്രസിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പ്രൊലാക്റ്റിൻ. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊലാക്റ്റിൻ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്സിറ്റോസിൻ എന്തിനാണ്? മിൽക്ക് ഇജക്ഷന് വേണ്ടിയിട്ടാണ് ഓക്സിറ്റോസിൻ ഹെൽപ്പ് ചെയ്യുന്നത്. മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ ആണ്. ഇത് തമ്മിൽ മാറിപ്പോയരുത്. 2 ഹോർമോൺസ് ആണുള്ളത്. പ്രൊലാക്റ്റിനും ഉണ്ട് ഓക്സിറ്റോസിനും ഉണ്ട്. പ്രൊലാക്റ്റിൻ ഹെൽപ്പ് ചെയ്യുന്നത് മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്സിറ്റോസിൻ ഹെൽപ്പ് ചെയ്യുന്നത് മിൽക്ക് ഇജക്ഷന് വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 76. കോമണസ്റ്റ് സൈൻ ഓഫ് പോസ്റ്റ്നേറ്റൽ സെപ്സിസ് ഈസ്. പോസ്റ്റ്നേറ്റൽ സെപ്സിസിൻ്റെ കോമൺ ആയിട്ടുള്ള സൈൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബ്ലീഡിംഗ്, ഓപ്ഷൻ ബി ഫറ്റീഗ്, ഓപ്ഷൻ സി പൈറക്സിയ, ഓപ്ഷൻ ഡി നോസിയ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി പൈറക്സിയ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 77. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആർ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് യൂസ് ചെയ്യാൻ കഴിയാത്തത് ആർക്കൊക്കെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പെൽവിക് ഇൻഫെക്ഷൻസ്, ഓപ്ഷൻ ബി ഡിസ്മെനോറിയ, ഓപ്ഷൻ സി ലോ ബാക്ക് പെയിൻ, ഓപ്ഷൻ ഡി ലേഡീസ് വിത്ത് ഹിസ്റ്ററി ഓഫ് അബോർഷൻ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ പെൽവിക് ഇൻഫെക്ഷൻസ്.
അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 78. ന്യൂ ബോൺ പീരിയഡ് ഈസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ന്യൂ ബോൺ പീരിയഡ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 ഇയർ ആഫ്റ്റർ ബർത്ത്, ഓപ്ഷൻ ബി ഫസ്റ്റ് 28 ഡേയ്സ് ഓഫ് ലൈഫ്, ഓപ്ഷൻ സി 1 to 3 ഇയേഴ്സ് ഓഫ് ഏജ്, ഓപ്ഷൻ ഡി 3 to 5 ഇയേഴ്സ് ഓഫ് ഏജ്. നമ്മൾ ജസ്റ്റ് 2-3 ക്വസ്റ്റ്യൻസ് മുമ്പായിട്ട് ഈ ഒരു പീരിയഡിൻ്റെ കാര്യങ്ങൾ അല്ലേ, ഓരോ പ്രായത്തിലും കുട്ടികളെ വിളിക്കുന്ന പേരെന്തെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി ഫസ്റ്റ് 20 ഡേയ്സ് ഓഫ് ലൈഫ്. ഒന്നും കൂടെ ഇമേജ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 79. എന്യൂറിസിസ് ഈസ് ഡാഷ്. എന്താണ് എന്യൂറിസിസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫിയർ ഓഫ് ക്ലോസ്ഡ് സ്പേസ്, ഓപ്ഷൻ ബി ഈറ്റിംഗ് സ്റ്റോൺസ് ആൻഡ് മഡ്സ്, ഓപ്ഷൻ സി ബെഡ് വെറ്റിംഗ്, ഓപ്ഷൻ ഡി ഇൻഫെക്ഷൻ ഓഫ് ജെനിറ്റാലിയ. ഈ കൊടുത്തിരിക്കുന്ന ബാക്കി ഓപ്ഷൻസൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ബെഡ് വെറ്റിംഗ്. ബെഡ് വെറ്റിങ്ങിന് പറയുന്ന പേരാണ് എന്യൂറിസിസ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 80. ഡാർക്ക് പാച്ചസ് അപ്പിയറിംഗ് ഓൺ ഫേസ് ഡ്യൂറിങ് പ്രഗ്നൻസി ഈസ്. പ്രഗ്നൻസി ടൈമിൽ ഡാർക്ക് പാച്ചസ്, ഫേസിൽ കാണുന്ന ഡാർക്ക് പാച്ചസിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡെക്യുബിറ്റസ് അൾസർ, ഓപ്ഷൻ ബി സ്ട്രയ ഗ്രാവിഡാറം, ഓപ്ഷൻ സി ലീനിയ നൈഗ്ര, ഓപ്ഷൻ ഡി കൊളസ്മ ഗ്രാവിഡാറം. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നൊരു ചോദ്യമാണ് കേട്ടോ ഇത്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി കൊളസ്മ ഗ്രാവിഡാറം. പ്രഗ്നൻസി ടൈമിൽ മുഖത്ത് കാണുന്ന ഡാർക്ക് പാച്ചസിനെ പറയുന്ന പേരാണ് കൊളസ്മ ഗ്രാവിഡാറം. ഡെലിവറി കഴിയുമ്പോഴേക്കും ഇത് തന്നെ മാറിക്കോളും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയിലത്തെ പോലെ തന്നെ 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നോക്കിയത്. ഇപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. മനസ്സിലാകാത്ത കാര്യങ്ങൾ പിന്നെയും ഇരുന്ന് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് തവണ വർക്കൗട്ട് ചെയ്യുക. പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടുപിടിക്കുക. നമ്മുടെ ജയച്ചയുടെയും ജയപേച്ചിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ ഒരുപോലെയാണ്. അത് വർക്കൗട്ട് ചെയ്യുക. PSCൻ്റെ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിരുന്ന് പഠിക്കുക കേട്ടോ. മാക്സിമം പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, എക്സാമൊക്കെ നന്നായിട്ട് എഴുതുക. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇനി എക്സാമൊക്കെ വരാൻ പോകുന്നുണ്ടാവും. ഒരുപാട് നാളായി നമ്മളിപ്പം എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടൊക്കെ അല്ലേ. ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും നല്ലപോലെ എഴുതാൻ പറ്റട്ടെ. എല്ലാവരും നല്ലപോലെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.